ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്ലാസിക്കൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ആദ്യം ഈ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നോക്കാം. ദ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ റെഫേഴ്സ് ടു ഹൗ നാഷണൽ ഇൻകം അഥവാ ഓർ ദ ഔട്ട്പുട്ട് ഓഫ് ദ എക്കോണമി, രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ഔട്ട്പുട്ട് ഓഫ് ദ എക്കോണമി അല്ലെങ്കിൽ നാഷണൽ ഇൻകമോ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ത്രീ പ്രൈമറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതാണ് പ്രൈമറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഈ മൂന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഈ നാഷണൽ ഇൻകം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു, എങ്ങനെ, അതാണ് ഈ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. ഓക്കെ, ദിസ് തിയറി വാസ് പ്രൈമർലി ഡെവലപ്ഡ് ബൈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ലൈക്ക് ആഡം സ്മിത്ത്. ആദ്യമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തത് ആരൊക്കെയാണ്? ആഡം സ്മിത്ത്, ഒരു ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ്, ഡേവിഡ് റിക്കാർഡോ ആൻഡ് തോമസ് മാൽത്തസ്, ആൻഡ് ലേറ്റർ റിഫൈൻഡ് ബൈ ജോൺ സ്റ്റുവർട്ട് മിൽ. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ കമ്പോണൻസ് നോക്കാം. അതിൽ ഒന്നാമത്തത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റിവാർഡ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസും അതിന്റെ റിവാർഡ്സും. അതിൽ ആദ്യത്തെ ലാൻഡിന്റെ റിവാർഡ് എന്താണ്? റിവാർഡ് വിത്ത് റെന്റ് ആണ് അതിന്റെ റിവാർഡ്. ലേബറിൻ്റെത് റിവാർഡ് വിത്ത് വേജ് ആണ് ലേബറിന്റെ റിവാർഡ്. ക്യാപിറ്റലിൻ്റെത് റിവാർഡ് വിത്ത് പ്രോഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലോസ്. അപ്പൊ ഇതാണ് ക്യാപിറ്റലിന്റെ റിവാർഡ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റിവാർഡ്സ് വരുന്നത്. അടുത്ത രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അതായത് ദ തിയറി ഫോക്കസസ് ഓൺ ഹൗ ദ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദ എക്കോണമി, ഒരു എക്കോണമിയുടെ ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് ഡിവൈഡഡ് എമംഗ് ലാൻഡ് ലോഡ്സിന്റെ ഇടയിൽ റെന്റ് ആയിട്ടും വർക്കേഴ്സിന്റെ ഇടയിൽ വേജസ് ആയിട്ടും ക്യാപിറ്റലിസ്റ്റിന് പ്രോഫിറ്റ് ആയിട്ടും എങ്ങനെ നാഷണൽ ഇൻകം, അതായത് ഈ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദി എക്കോണമി ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ഈ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകമിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൽ ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ കോൺട്രിബ്യൂഷൻസ് നോക്കാം. അവർ ഇതിൽ കൊടുത്ത സംഭാവനകൾ. അതിൽ ഒന്നാമത് ആഡം സ്മിത്തിൻ്റെത്, അതായത് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് പ്രൊഡക്ടിവിറ്റി ആണ് ഇദ്ദേഹം പറയുന്നത്. ആഡം സ്മിത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം? ഓക്കെ, അതായത് എംഫസൈസ് ദ റോൾ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ, അതായത് ലേബറിനും ഓരോ ലേബറിനും അതിൻ്റെതായ അവർക്ക് ഉതകുന്ന രീതിയിലുള്ള ജോബ് കൊടുക്കുക എന്നുള്ളത്. ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് നാഷണൽ ഔട്ട്പുട്ട്. അപ്പം പ്രൊഡക്ടിവിറ്റിയും നാഷണൽ ഔട്ട്പുട്ടും കൂട്ടുന്നതിന്, ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവരണമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് ബിലീവ്ഡ് വേജസ് വെയർ ഡിറ്റർമൈൻഡ് ബൈ ദ സബ്സിസ്റ്റൻസ് വേജ്. അതായത് ഇവിടെ ഈ ഇദ്ദേഹത്തിന്റെ തിയറി പ്രകാരം വേജസ് എങ്ങനെയുള്ളതാണ്? സബ്സിസ്റ്റൻസ് വേജ് ആണ്. അതായത് റിക്വയർഡ് ഫോർ വർക്കേഴ്സ് സർവൈവൽ, വർക്കേഴ്സിന്റെ അതിജീവനത്തിനുള്ള വേജസ് ആണ് സബ്സിസ്റ്റൻസ് വേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വേജ് ആണ് ഇദ്ദേഹം ശുപാർശ ചെയ്തത്. അടുത്തത് ഡേവിഡ് റിക്കാർഡോയുടേതാണ്. ഇദ്ദേഹത്തിന്റെ തിയറി ഓഫ് റെന്റ് ആണ്. അതായത് ഡെവലപ്ഡ് ദ റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്. ഓക്കെ, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് റെന്റ് അറൈസസ് ഡ്യൂ ടു ഡിഫറൻസസ് ഇൻ ദ ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ്. അതായത് ലാൻഡിന്റെ ഫലഭൂയിഷ്ഠത, കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയുടെ ആ ഡിഫറൻസസ് വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? റെന്റ് ഉണ്ടാകുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ഓക്കെ, അതായത് റെന്റ് ഈസ് ദ സർപ്ലസ് ഏൺഡ് ബൈ ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ലാൻഡ്. അതായത് മോസ്റ്റ് പ്രൊഡക്റ്റീവ് ലാൻഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സർപ്ലസ്, മെച്ചമായിട്ട് കിട്ടുന്ന ആ ഒരു വിളവ് ഓവർ ദ ലീസ്റ്റ് പ്രൊഡക്റ്റീവ് ലാൻഡ്. ഏതിന് മുകളിൽ? അതായത് ലീസ്റ്റ് പ്രൊഡക്റ്റീവ് ലാൻഡിൽ നിന്ന് അതിന് മുകളിൽ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ലാൻഡിൽ കിട്ടുന്ന ആ ഒരു സർപ്ലസ് ആണ് റെന്റ് ആയിട്ട് എടുക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് തോമസ് മാൽത്തൂസിന്റെയാണ്. അദ്ദേഹത്തിൻ്റെത് പോപ്പുലേഷൻ ആൻഡ് വേജസ്. ഇതിനെപ്പറ്റിയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം വരുന്നത്. അതായത് പ്രൊപ്പോസ് ദ മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ. അദ്ദേഹത്തിനെയാണ് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആർഗ്യൂയിങ് ദാറ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് വുഡ് ഔട്ട്സ്ട്രിപ്പ്, അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് എന്തിനെ ഓവർടേക്ക് ചെയ്യും, എന്തിനെ മറികടക്കും? ഫുഡ് സപ്ലൈയെ മറികടക്കും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കീപ്പിംഗ് വേജസ് അറ്റ് എ സബ്സിസ്റ്റൻസ് ലെവൽ. വേജസ് എവിടെയാവും? സബ്സിസ്റ്റൻസ് ലെവൽ. നേരത്തെ പറഞ്ഞ പോലെ സബ്സിസ്റ്റൻസ് ലെവലിൽ വേജ് ആവുകയും പോപ്പുലേഷൻ ഗ്രോത്ത് ഫുഡ് സപ്ലൈ മറികടക്കുകയും ചെയ്യുന്നു. അതാണ് ഇദ്ദേഹത്തിന്റെ തിയറി പ്രകാരം പറയുന്നത്. അത് ജോൺ സ്റ്റുവർട്ട് മില്ലിന്റെ, ഇദ്ദേഹത്തിന്റെ ഡൈനാമിക് ഫാക്ടേഴ്സ് ആണ്. അത് ഡൈനാമിക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആഡഡ് കൺസിഡറേഷൻസ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്, അതായത് ടെക്നോളജിക്കൽ പ്രോഗ്രസിനാണ് ഇദ്ദേഹം കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. ആൻഡ് സോഷ്യൽ റിഫോംസ്, അത് മാത്രമല്ല സോഷ്യൽ റിഫോംസിനും ദാറ്റ് കുഡ് ആൾട്ടർ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ. അതായത് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ, നേരത്തെ പറഞ്ഞ ആ ഒരു നാഷണൽ ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണെ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസും സോഷ്യൽ റിഫോംസും. ഓക്കെ, ഇതിനാണ് അദ്ദേഹം മുൻഗണന കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അസംഷൻസ് നോക്കാം. അസംഷൻസ് ഓഫ് ദ ക്ലാസിക്കൽ തിയറി. അതിൽ ഒന്നാമത്തത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ഇൻ ഓൾ മാർക്കറ്റ്. എല്ലാ മാർക്കറ്റിലും എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഇതിന് ലിങ്ക് ഇവിടെ ഇട്ടേക്ക്, അത് ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ അസംഷൻ, വേജസ് ടെൻഡ് ടുവേർഡ്സ് സബ്സിസ്റ്റൻസ് ലെവൽ. നേരത്തെ പറഞ്ഞ പോലെ വേജസ് എവിടേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? സബ്സിസ്റ്റൻസ് ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഡ്യൂ ടു പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ളത് കൊണ്ട്. ഓക്കെ, അത് മറ്റൊരു അസംഷൻ. അടുത്തത് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഈസ് ഡ്രിവൺ ബൈ പ്രോഫിറ്റ്സ് റീഇൻവെസ്റ്റഡ് ബൈ ക്യാപിറ്റലിസ്റ്റ്. അതായത് ക്യാപിറ്റലിസ്റ്റ് റീഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോഫിറ്റിനനുസരിച്ചാണ്, അതാണ് എന്ത് ഡ്രൈവ് ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്യുമുലേഷൻ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, അത് അങ്ങനെ തന്നെയാണ്. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് ദ എക്കോണമി ഓപ്പറേറ്റ്സ്
അണ്ടർ ഫുൾ എംപ്ലോയ്മെന്റ്, അതായത് ഫുൾ എംപ്ലോയ്മെന്റിലാണ് എക്കണോമി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ, എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഫുള്ളി എൻഗേജ്ഡ് ആണ്. അതായത് ഒരാളും ഒരു ലേബർ പോലും ജോലി ഇല്ലാതെ നിൽക്കുന്നില്ല. എല്ലാ ലാൻഡും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് എല്ലാ ഫാക്ടറീസും ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അസംഷൻസ് ആണ് ഇതിന്റെ. ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ദ ക്ലാസിക്കൽ തിയറി. അല്ല, ഒന്നാമത്തത് നെഗ്ലക്ട് ഓഫ് ഡിമാൻഡ് ആണ്. നെഗ്ലക്ട് ചെയ്യുന്നു, അതായത് ഡിമാൻഡിനെ നെഗ്ലക്ട് ചെയ്യുകയാണ്. അതായത് ഇത് കൂടുതലും സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഫോക്കസസ് പ്രൈമർലി ഓൺ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ്. ഓക്കെ, അടുത്തത് ഫിക്സ്ഡ് വേജ് അസംപ്ഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസ്യൂംസ് വേജസ് റിമെയിൻ അറ്റ് സബ്സിസ്റ്റൻസ് ലെവൽ ആണ്. അത് ഒരു ലിമിറ്റേഷൻ ആണ് വിച്ച് ഹാസ് ബീൻ പ്രൂവൺ അൺറിയലിസ്റ്റിക്. അത് അൺറിയലിസ്റ്റിക് ആണ്. ആൾക്കാർക്ക് സബ്സിസ്റ്റൻസ് വേജ് കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്തത് സ്റ്റാറ്റിക് നേച്ചർ ആണ്. അത് ഇഗ്നോർസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. അത് ഇഗ്നോർ ചെയ്യുന്നു, ടെക്നോളജി ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് ഇഗ്നോർ ചെയ്യുന്നു. ആൻഡ് ചേഞ്ചിങ് സോഷ്യൽ ഡൈനാമിക്സ്, അതായത് സാമൂഹിക സാഹചര്യങ്ങൾ മാറി വരുന്നത്, അതൊക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ലിമിറ്റേഷൻ ആണ്. അടുത്തത് സിംപ്ലിസ്റ്റിക് വ്യൂ ഓഫ് റെന്റിന്റെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ. നേരത്തെ പറഞ്ഞ പോലെ അസ്യൂംസ് ലാൻഡ് ഈസ് ദ ഓൺലി നാച്ചുറൽ റിസോഴ്സ് വിത്തൗട്ട് അക്കൗണ്ടിങ് ഫോർ അതർ ഫാക്ടേഴ്സ് ലൈക്ക് എനർജി പോലെയുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാതെ ഈ ലാൻഡ് മാത്രമാണ് ഇതിന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അതൊരു റെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിംപ്ലിസ്റ്റിക് വ്യൂ ആണ്. അപ്പൊ ഇതൊക്കെ അതിന്റെ ലിമിറ്റേഷൻസ് ആണ്. ഡെസ്പൈറ്റ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്, ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദ ക്ലാസിക്കൽ തിയറി ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ഡിസ്ട്രിബ്യൂഷൻ തിയറീസ്. അതായത് മോഡേൺ ഡിസ്ട്രിബ്യൂഷൻ തിയറീസിന് ഫൗണ്ടേഷൻ, അടിസ്ഥാനം കൊടുത്ത ഒരു തിയറി തന്നെയാണ് ഈ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് കണ്ടിന്യൂസ് ടു ഇൻഫ്ലുവൻസ് എക്കണോമിക് തോട്ട്. എക്കണോമിക് തോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത തന്നെയാണ് ഏത് ഈ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.